നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. സീറ്റ് ഓഫ് മദീന വാട്സപ്പ് ഗ്രൂപ്പിൽ 2024 മുഹറം 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ സ്വലാത്ത് മത്സരം നടക്കുന്നുണ്ട്. അതിലേക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തവരും സ്വലാത്ത് മത്സരത്തിൽ പങ്കെടുത്തവരും നിരവധി പേരുണ്ട്. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ചരിത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മസ്ജിദുൻ നബവിയിൽ ഒരു സ്ത്രീ വന്ന് അവിടുന്ന് വല്ലാതെ വിഷമത്തോടുകൂടി ദുആ ചെയ്ത് ശബ്ദം വല്ലാതെ ഉയരുന്നു. അവിടെ നിന്നൊരു സഹാബി വനിത വന്നിട്ട് ആ പെണ്ണിനോട് പറയുന്നു, നിങ്ങൾ ശബ്ദമുയർത്തല്ലേ, ഇവിടെ കിടക്കുന്നത് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ സഹോദരി ഈ ബീവിയോട് പറയുകയാണ്, ഞാനിവിടെ ഇവിടെ എത്തിയത് എന്താണ്? ആ ബീവി ചോദിക്കുന്ന എന്താണ്, നിങ്ങൾക്ക് വല്ല രോഗമാണോ വല്ല വിഷമമാണോ എന്താണ് ചോദിക്കുമ്പോൾ, അല്ല അതൊന്നും അല്ല, ഞാൻ സന്തോഷം കൊണ്ടാണ് ഞാനിവിടെ എത്താൻ തന്നെ കാരണം അത് വലിയൊരു നല്ല മനുഷ്യനായ അവരുടെ ആ ഒരു നന്മ കൊണ്ടാണ് ഞാനിവിടെ എത്തിയതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചരിത്രം വിവരിക്കുകയാണ്, എനിക്ക് 2 മക്കളാണ്, ഭർത്താവില്ല, ഞാൻ റൊട്ടി ഉണ്ടാക്കി അത് ഒരു കൂടയിലാക്കി ഈത്തപ്പഴം എടുത്ത് വെയിലത്തിരുന്ന് അത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ മക്കളെ നോക്കുന്നതും അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ളത്. അങ്ങനെയാണ് ജീവിച്ച് പോന്നിരുന്നത്. ഒരിക്കൽ എൻ്റെ ഈ കച്ചവടം കണ്ടിട്ട് ഒരു നല്ല മനുഷ്യൻ കടന്നു വന്നിട്ട്, അവർ എന്തിനാ ഇങ്ങനെ വെയിലത്തിരുന്ന് ജോലി ചെയ്യുന്നത്, നാളെ മുതൽ നിങ്ങൾ എൻ്റെ പ്രജകൾക്ക് ഇതെല്ലാം കൊണ്ട് എല്ലാ ദിവസവും കൊടുക്കുക, അതിൻ്റെ വേതനം കൈപ്പറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് പതിവായി ചെയ്തു. ഒരു ദിവസം അപ്പോഴെല്ലാം ഈ കച്ചവടം ചെയ്യുന്ന സമയത്തെല്ലാം ഈ സഹോദരി എപ്പോഴും സ്വലാത്ത് നിത്യം സ്വലാത്ത് ചൊല്ലലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ദിവസം ഇതിൻ്റെ വേതനം കൊടുത്തിട്ട് അവിടുത്തെ യജമാനൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മണ്ണിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി വല്ലാതെ കരഞ്ഞുപോയി. കാരണം മദീന എന്ന് കേട്ടപ്പോൾ കൽബ് പൊട്ടി. അതങ്ങനെയാണല്ലോ, മുത്തുനബിയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, മദീന എന്ന് കേൾക്കുമ്പോൾ ആശിക്കങ്ങളുടെ കൽബ് പൊട്ടുമല്ലോ. അങ്ങനെ പൊട്ടിയപ്പോൾ നിറകണ്ണ് കൂടെയുള്ള ഇതെങ്ങനെ കണ്ണുനീരൊഴുകാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ പ്രയാസമാണെന്ന് യജമാനൻ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആ സഹോദരി പറയാണ്, അതല്ല, നിങ്ങൾ മദീനയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോയി. കാരണം എൻ്റെ ഈ ജോലി കൊണ്ട് എനിക്ക് അവിടെ എത്താൻ കഴിയില്ലല്ലോ, പക്ഷേ എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ നല്ല മനുഷ്യനായ ആ യജമാനൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കോ, നമുക്ക് മദീനയിലേക്ക് പോകാനുള്ള യാത്ര തയ്യാറെടുത്തോ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് 2 മക്കളുണ്ട്, അവരെ കൂടി കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവരെ കൂടി കൂട്ടിക്കോളൂ, അവരെ കൂടി തയ്യാറെടുപ്പ് നടത്തിക്കോളൂ എന്ന് ഈ യജമാൻ ആ നല്ല മനുഷ്യൻ പറയുകയാണ്. അങ്ങനെ അപ്പോഴും സലാത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ മസ്ജിദുൻ നബി മദീനയിലെത്തി ഇവരെല്ലാവരും സിയാറത്ത് കഴിഞ്ഞ് ഈ സഹോദരി അവിടെ നിന്ന് ദുആ ചെയ്യാണ്. ആ ദുആ ചെയ്യുന്നത് ഈ യജമാനൻ കേൾക്കുന്നുണ്ട്. യജമാനനെ ഈ സ്ത്രീ കണ്ടിട്ടില്ല. അവിടെ നിന്ന് ദുആ ചെയ്യാണ്, അള്ളാഹുവെ, എന്നെ ഇവിടെ എത്തിക്കാൻ കാരണക്കാരനായ ആ നല്ല മനുഷ്യൻ ഒരു രോഗവും നീ കൊടുക്കല്ലേ റബ്ബെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. വരുന്ന വഴിയിലും അവിടെ നിന്നെല്ലാം ദുആ ചെയ്തു. അങ്ങനെ പർച്ചേസിന് വരെ കാശില്ല, ഒന്നുമില്ല, ഇവരുടെ ഇതിലാണല്ലോ വന്നത്, മക്കൾക്ക് പോലും ഒന്നുമില്ല മേടിച്ചു കൊടുക്കാം. പക്ഷെ അവിടെ നിന്ന് ആ പ്രജകൾ വന്ന് ഈ യജമാൻ്റെ ആ നല്ല മനുഷ്യൻ്റെ ഇതുകൊണ്ട് എല്ലാ ആ ഉമ്മാക്കും ആ മക്കൾക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. തിരിച്ചവർ നാട്ടിലേക്കെത്തി ശേഷം ഒരു യമനിലാണ് ഈ ചരിത്രം, അവരുടെ നാട്. അവിടെ ഒരു രോഗം പിടിപെട്ടു. ആ രോഗത്തിൽ 7000-ഓളം ആളുകൾ മരണപ്പെട്ടു. ആ മരണത്തിൽ ഈ യജമാനൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും മരിച്ചു. അങ്ങനെ ഒരാൾ വന്നിട്ട് ഈ യജമാനോട് ചോദിച്ചു, അല്ല, നിങ്ങളെല്ലാവരും ആ കൊട്ടാരത്തിലെല്ലാവരും മരണമടഞ്ഞു, പക്ഷേ യജമാനൻ മാത്രം ഒരു രോമം പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്കെന്തേ ഒന്നും സംഭവിച്ചില്ലല്ലോ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അത് ആ ഒരു ഞാൻ ചെയ്തൊരു നന്മയാണ്. അപ്പോൾ ഇവർ പറയാണ്, അവിടെ നിന്ന് ഞാനൊരു നന്മ ചെയ്തു, എനിക്ക് അള്ളാഹു തന്ന ഒരു സമ്പത്ത് തന്നപ്പോൾ, ഒരു നന്മ ചെയ്യാൻ അവസരം തന്നപ്പോൾ, ഞാൻ മദീനയെ വല്ലാതെ ആഗ്രഹിക്കുന്ന ഇഷ്ക് വെക്കുന്ന ആ ഒരു സഹോദരിയെ മദീനയിലെത്തിച്ചു. അവരവിടെ നിന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ
ആ മനുഷ്യന് ഒരു രോഗം കൊടുക്കല്ലേ എന്നുള്ളത്. അത് അല്ലാഹു തആല സ്വീകരിച്ചു. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഒരു രോഗവും ഇല്ലാതിരുന്നത് എന്ന് അവിടെ നിന്ന് ആ ചരിത്രം വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ സ്വലാത്ത് മത്സരം നടത്തുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയായിട്ടോ ഇല്ലെങ്കിൽ ഉംറയ്ക്ക് കൊടുക്കാൻ അവസരങ്ങളോ അതിലേക്ക് വേണ്ടി ഹദിയകളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വെറുതെ ആവില്ല. കാരണം നമ്മൾ 10 തവണ ചോദിക്കണം, അവർ ഒരു തവണ പറഞ്ഞാൽ മതി. അവർ അത്രത്തോളം ഇഷ്ക് വെക്കുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്കും, മദീന എന്ന് കേൾക്കുമ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ എത്താൻ നമ്മളെക്കാൾ പൂർണ്ണ അർഹത അവരാണ്. നമ്മൾ 1000 സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അവരിന്ന് 10,000 സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും യോഗ്യത അവരാണ്. അവരവിടെ എത്തി. നമ്മൾ പോയിട്ട് നമ്മൾ ദുആ ചെയ്തു, നമ്മുടെ കാര്യങ്ങൾ അവരോട് വസിയത്ത് ചെയ്ത് അവർ അവിടെ പോയി ദുആ ചെയ്തു. ഏതാണ് എളുപ്പം? ദുആയ്ക്ക് സ്വീകാര്യത കിട്ടണ്ടേ? അപ്പോൾ അങ്ങനെ ആ ഒരു മനുഷ്യൻ ചെയ്ത ഒരു നന്മ, ആ ഒരു ചരിത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാൾ ഉംറയ്ക്ക് കൊണ്ടുപോവുകയാണെങ്കിലും അവർക്ക് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിലും അതൊന്നും വെറുതെ ആകൂല. അതിനൊക്കെ അർഹമായ പ്രതിഫലം അവരുടെ ദുആകളിലും ഒക്കെ കിട്ടും. കാരണം നമ്മൾ സ്നേഹിക്കുന്ന മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹിക്കുന്നവരെ ഇഷ്ക് വെക്കുമ്പോൾ അവരുടെ മേൽ അതിൻ്റെ മേൽ നമുക്കും എന്തുണ്ട്, പ്രതിഫലം കിട്ടും. അതൊന്നും വെറുതെ ആകില്ല എന്ന് ഈ ഒരു ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ആർക്കെങ്കിലൊക്കെ സ്വലാത്ത് മത്സരത്തിൽ ഇതേപോലെ സമ്മാനങ്ങൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓഫർ ചെയ്യാൻ, സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്.